സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം മദായിൻ എന്ന പ്രവിശ്യയുടെ ഗവർണറായി നിയമിതനായി. ഒരു നാടിൻ്റെ ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം വളരെ ലളിതമായ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ആരെങ്കിലും കണ്ടാൽ ഒരു സാധാരണക്കാരനാണെന്നേ തോന്നും. ഒരിക്കൽ ഷാമിൽ നിന്നൊരു കച്ചവടക്കാരൻ കുറേ ഭാണ്ഡങ്ങളുമായി മദായിനിലെത്തി. തൻ്റെ വലിയ കുട്ടകൾ ചുമക്കാൻ ഒരാളെ തിരഞ്ഞപ്പോൾ ലളിതമായ വസ്ത്രം ധരിച്ച് നടന്നു പോകുന്ന ഒരാളെ അദ്ദേഹം കണ്ടു. അത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു. കച്ചവടക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ മനുഷ്യ, ഈ ചുമടൊന്ന് എടുത്ത് എൻ്റെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാം, ഞാൻ നിനക്ക് കൂലി തരാം. സൽമാൻ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ സഹായിക്കാം. അദ്ദേഹം ആ വലിയ ചുമട് തലയിലേറ്റുകയും കച്ചവടക്കാരൻ്റെ കൂടെ നടക്കുകയും ചെയ്തു. അവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ആദരവോടെ സലാം പറയുന്നത് കച്ചവടക്കാരൻ ശ്രദ്ധിച്ചു. ചിലർ വിളിച്ചു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാണ് ഈ ഭാരം ചുമക്കുന്നത്? അത് ഞങ്ങൾക്ക് തന്നാലും. ഇത് കേട്ട് കച്ചവടക്കാരൻ ഞെട്ടിപ്പോയി. താൻ ചുമട് എടുപ്പിച്ചത് ഈ നാടിൻ്റെ ഗവർണറെ കൊണ്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദാസനെ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങയെ മനസ്സിലായില്ല, ആ ഭാരം താഴെ വെക്കൂ. പക്ഷേ സൽമാൻ റളിയല്ലാഹു അൻഹു അത് താഴെ വെക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, സാരമില്ല, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കണമെന്നുണ്ട്. നിന്റെ വീട്ടിലെത്തുന്നത് വരെ ഈ ചുമട് ഞാൻ തന്നെ പേറാം. അദ്ദേഹം ആ ഭാണ്ഡം കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തിച്ചു കൊടുത്തു. കൂലി വാങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയതുമില്ല. പദവികൾ കൂടുന്തോറും വിനയം കൂടണമെന്നും മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന ഒരു അവസരവും തരം താണതാണെന്ന് കരുതി ഉപേക്ഷിക്കരുതെന്നുമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ഔന്നിത്യം ഇരിക്കുന്നത് സിംഹാസനങ്ങളിലല്ല, മറിച്ച് മനുഷ്യരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന വിനയത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ചരിത്രം മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.